എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവതം കഥയിലേക്ക് സ്വാഗതം. പഞ്ചമോധ്യായ, 5-ാം അധ്യായം. ദുന്ദുകാരിയുടെ മോക്ഷപ്രാപ്തി എന്ന പേരുള്ള 5-ാം അധ്യായം. സൂതൻ പറഞ്ഞു, ആത്മദേവൻ വനത്തിൽ പോയതിനു ശേഷം ദുന്ദുകാരി മാതാവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. ധനമെല്ലാം എവിടെയാണ് സൂക്ഷിക്കുന്നതെന്ന് പറയൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ അടിച്ചു കൊല്ലും. പുത്രദ്രോഹം മൂലം ദുന്ദുകാരിയുടെ മാതാവ് വല്ലാതെ ദുഃഖിച്ചു. ഒരു ദിവസം അവർ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇതിനുശേഷം ഗോകർണൻ യോഗമാർഗം സ്വീകരിച്ച് തീർത്ഥാടനത്തിന് ഇറങ്ങിത്തിരിച്ചു. അദ്ദേഹം സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കണക്കാക്കി. ആരോടും ബന്ധുത്വമോ ശത്രുത്വമോ വച്ചു പുലർത്തിയില്ല. ദുന്ദുകാരിയാകട്ടെ 5 വേശ്യകളെ കൊണ്ടുവന്ന് ഗൃഹത്തിൽ താമസിപ്പിച്ചു. മൂഢബുദ്ധിയായ അവൻ അവരെ സംരക്ഷിക്കുന്നതിനായി എന്ത് ക്രൂരകർമ്മത്തെയും ചെയ്യുവാൻ സന്നദ്ധനായിരുന്നു. ഒരിക്കൽ ആ വേശ്യകൾ കുറെ ആഭരണങ്ങൾ കൊണ്ടുവന്ന് നൽകുവാൻ ദുന്ദുകാരിയോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ട് ദുന്ദുകാരി എവിടെ നിന്നൊക്കെയോ കുറെ ധനം സമ്പാദിച്ച് വേശ്യകൾക്കാവശ്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങിക്കൊണ്ടുവന്നു. ഇതുകണ്ട് രാത്രിയായപ്പോൾ ആ സ്ത്രീകൾ ചിന്തിച്ചു, ഈ ധനം മുഴുവൻ ഇവൻ എവിടെ നിന്നോ മോഷ്ടിച്ചതാണ്. അതിനാൽ രാജഭടന്മാർ ഏതു നിമിഷവും ഇവിടെ എത്തിച്ചേരാം. രാജഭടന്മാർ ധനമെല്ലാം എടുത്തുകൊണ്ട് പോവുകയും ഇവനെ വധിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ ഇവനെ കൊല്ലുന്നതാണ്. അതിനുശേഷം രഹസ്യമായി എവിടെയെങ്കിലും ചെന്ന് താമസിക്കാം. പ്രകാരം ആ വേശ്യകൾ നിശ്ചയിച്ചുറപ്പിച്ചു. ദുന്ദുകാരി ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ അവൻ്റെ കഴുത്തിൽ കയറുകെട്ടി വലിച്ചു. എന്നിട്ടും അവൻ ചത്തില്ല. അപ്പോൾ അവർ തീക്കനൽ കോരിയെടുത്ത് അവൻ്റെ മുഖത്തിട്ടു. അങ്ങനെ അവൻ പൊള്ളി മരിച്ചു. സാഹസികളായ സ്ത്രീകൾ ദുന്ദുകാരിയുടെ പ്രേതശരീരത്തെ രഹസ്യമായി കുഴിച്ചുമൂടി. ആരെങ്കിലും ചോദിച്ചാൽ ധനമുണ്ടാക്കുന്നതിന് വേണ്ടി ദൂരെ എവിടെയെങ്കിലും പോയിരിക്കുകയാണെന്ന് പറയാമെന്നും അവർ നിശ്ചയിച്ചു. ദുഷ്പ്രവൃത്തി ചെയ്യുന്ന സ്ത്രീകളുടെ വാക്ക് വിദ്വാൻമാർ വിശ്വസിക്കരുത്. വിശ്വസിക്കുന്ന മൂഢൻ നിശ്ചയമായും ദുഃഖിക്കേണ്ടി വരും. അവരുടെ വാക്ക് അമൃത് പോലെ മധുരമുള്ളതാണ്. കാമികൾ അതിൽ ലയിച്ചു പോകുന്നു. പക്ഷേ അവരുടെ ഹൃദയം ക്ഷുരകന്റെ കത്തി പോലെ മൂർച്ചയുള്ളതാണ്. ഇത്തരം സ്ത്രീകൾക്ക് ആരോടെങ്കിലും ആത്മാർത്ഥ സ്നേഹമുണ്ടാകുമോ? നിരവധി ഭർത്താക്കന്മാരോടുകൂടിയ ആ വേശ്യകൾ ധനമെല്ലാം കൈക്കലാക്കി അവിടം വിട്ടുപോയി. തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ഫലമായി ദുന്ദുകാരി ഒരു പ്രേതമായി അലയുവാൻ തുടങ്ങി. അവൻ കാറ്റിൻ്റെ രൂപത്തിൽ 10 ദിക്കിലും അലഞ്ഞു. ചൂടും തണുപ്പും സഹിക്കാനാവാതെ ക്ലേശിച്ചു. അന്നപാനാദികൾ ലഭിക്കാതെ ദുഃഖിച്ചു. അവൻ ഹാ ദൈവമേ എന്ന് പലതവണ വിളിച്ചെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ഗോകർണൻ ദുന്ദുകാരിയുടെ മരണവാർത്ത അറിഞ്ഞു. അനാഥനായി അലയുന്ന ദുന്ദുകാരിയുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി ഗോകർണൻ ഗയാശ്രാദ്ധവും സന്ദർശിക്കുന്ന തീർത്ഥങ്ങളിലെല്ലാം തർപ്പണവും നടത്തി. അങ്ങനെയിരിക്കെ ഗോകർണൻ തീർത്ഥയാത്ര കഴിഞ്ഞ് ജന്മഗൃഹത്തിൽ തിരിച്ചെത്തി. അദ്ദേഹം രാത്രിയായപ്പോൾ ഗൃഹത്തിൻ്റെ അങ്കണത്തിൽ ചെന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ദുന്ദുകാരിയുടെ പ്രേതം അവിടെ എത്തി. രൗദ്രരൂപങ്ങൾ കാണിച്ച് ഗോകർണനെ ഭയപ്പെടുത്തുവാൻ തുടങ്ങി. ആട്, ആന, പോത്ത്, ഇന്ദ്രൻ, അഗ്നി, മനുഷ്യൻ തുടങ്ങിയവയുടെ എല്ലാം രൂപത്തിൽ ഗോകർണന്റെ മുൻപിലേക്ക് വന്നു. അതുകണ്ട് ഗോകർണൻ ധൈര്യം അവലംബിച്ച് പ്രേതത്തോട് ചോദിച്ചു, ഉഗ്രരൂപത്തോടുകൂടി രാത്രിയിൽ സഞ്ചരിക്കുന്ന നീ ആരാണ്? പ്രേതമോ പിശാചോ അതോ രാക്ഷസനോ? സൂതൻ പറയുകയാണ്, ഗോകർണൻ ഇങ്ങനെയെല്ലാം ചോദിച്ചിട്ടും പ്രേതത്തിന് ഒന്നും തന്നെ പറയുവാൻ കഴിഞ്ഞില്ല. അവൻ ഉച്ചത്തിൽ നിലവിളിക്കുകയും ചില ആംഗ്യങ്ങൾ മാത്രം കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഗോകർണൻ കൈക്കുമ്പിളിൽ ജലമെടുത്ത് പ്രേതത്തിൻ്റെ മേൽ തളിച്ചു. അതോടുകൂടി പാപമുക്തനായി തീർന്ന പ്രേതം സംസാരിക്കുവാൻ തുടങ്ങി. പ്രേതം പറഞ്ഞു, ഞാൻ അങ്ങയുടെ സഹോദരനായ ദുന്ദുകാരിയാണ്. ജന്മനാ ലഭിച്ച ബ്രാഹ്മണ്യത്തെ ഞാൻ ദുഷ്കർമ്മം കൊണ്ട് നശിപ്പിച്ചു. അജ്ഞാനം കൊണ്ട് ഞാൻ ചെയ്ത പാപകർമ്മങ്ങൾ എത്രയെന്ന് കണക്കില്ല. ഞാൻ എത്രയോ ജനങ്ങളെ കൊന്നുകളഞ്ഞു. അവസാനം സ്ത്രീകൾ എന്നെ വേദനിപ്പിച്ചു കൊന്നു. അങ്ങനെ ഞാൻ പ്രേതമായി തീർന്ന് ഈ അവസ്ഥയെ അനുഭവിക്കുന്നു. എനിക്കിപ്പോൾ ഭക്ഷണമായി ലഭിക്കുന്നത് വായു മാത്രമാണ്. ദൈവാധീനം കൊണ്ട് ഞാനിപ്പോഴും നിലനിൽക്കുന്നു. ഹേ സഹോദര, കൃപാലുവായ ഭവാൻ എന്നെ ഈ ദുരവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കൂ. ഗോകർണൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ സദ്ഗതിക്ക് വേണ്ടി വിധിപ്രകാരം ഗയയിൽ ശ്രാദ്ധം നടത്തിയിട്ടുണ്ട്.
എന്നിട്ടും അങ്ങേക്ക് മുക്തി ലഭിക്കാത്തത് ആശ്ചര്യം തന്നെ. ഗയാശ്രാദ്ധം കൊണ്ട് മുക്തി ലഭിക്കാത്ത പ്രേതത്തിന് മറ്റൊരു രക്ഷയുമില്ല. ഇനി നമുക്ക് ഗയയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. ഗയ ഈ ശ്രാദ്ധകർമ്മങ്ങൾക്കും പിണ്ടദാനത്തിനും വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഗയ. ഇത് ഇന്ത്യയിലെ ബീഹാർ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഹിന്ദുമത വിശ്വാസപ്രകാരം ഇവിടെയുള്ള ഫൽഗു നദിക്കരയിൽ വെച്ച് ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നത് പൂർവികരുടെ ആത്മശാന്തിക്ക് വളരെ നല്ലതാണെന്നാണ് വിശ്വാസം. ശ്രീരാമൻ സീതാദേവിയോടൊപ്പം ഇവിടെ വന്ന് പിണ്ടദാനം നടത്തിയതായിട്ടുള്ള ഐതിഹ്യവും ഇതിന് പിന്നിലുണ്ട്. കൂടാതെ തൊട്ടടുത്തുള്ള ബോധഗയ ഗൗതമ ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമെന്ന നിലയിൽ ബുദ്ധമത വിശ്വാസികളുടെയും പുണ്യസ്ഥലമാണ്. പുരാതന കാലത്ത് ഇത് മഗധ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. പിന്നീട് മൗര്യ ഗുപ്ത സാമ്രാജ്യങ്ങളുടെ കീഴിലും ഇത് പ്രശസ്തി നേടി. ഹിന്ദുമതത്തിൽ ശ്രാദ്ധകർമ്മങ്ങൾക്കുള്ള പ്രാധാന്യം പോലെ തന്നെ ബുദ്ധമതത്തിലും ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ബുദ്ധൻ ബോധോദയം ലഭിച്ചതിന് ശേഷം ഇവിടെ ധാരാളം കാലം ചെലവഴിക്കുകയും തൻ്റെ പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാലക്രമേണ ഇത് ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി മാറുകയും പല വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികളെയും ആകർഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. 100 ഗയാശ്രാദ്ധം കൊണ്ടും എനിക്ക് ഗതി ലഭിക്കില്ല, മറ്റു വല്ല ഉപായവുമുണ്ടോ എന്ന് പ്രേതം ഗോകർണനോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് അത്ഭുതപ്പെട്ടു പോയ ഗോകർണൻ പറഞ്ഞു, 100 ഗയാശ്രാദ്ധം കൊണ്ടും മുക്തി ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെന്തുപായമാണുള്ളത്? എങ്കിലും ഞാനൊന്ന് വിശദമായി ചിന്തിക്കട്ടെ, അങ്ങ് ഭയപ്പെടാതെ ഇരിക്കൂ. ഇത് കേട്ട് ദുന്ദുകാരി സ്വസ്ഥാനത്തേക്ക് തിരിച്ചുപോയി. അന്ന് രാത്രി മുഴുവൻ ചിന്തിച്ചിട്ടും ഗോകർണന് ദുന്ദുകാരിയുടെ മോചനത്തിന് ഉപയുക്തമായ മാർഗം കണ്ടെത്താനായില്ല. പ്രഭാതമായപ്പോൾ ഗോകർണൻ വന്ന വിവരമറിഞ്ഞ് ജനങ്ങളെല്ലാം അവിടെ എത്തിച്ചേർന്നു. അവരിൽ യോഗികളും വിദ്വാൻമാരും ജ്ഞാനികളും വേദജ്ഞരും എല്ലാം ഉണ്ടായിരുന്നു. രാത്രി സംഭവിച്ചതെല്ലാം ഗോകർണൻ അവരോട് പറഞ്ഞു. പക്ഷേ അവർ അറിഞ്ഞിട്ടുള്ള ശാസ്ത്രങ്ങളിലൊന്നും ആ പ്രേതത്തിൻ്റെ മുക്തിക്കുള്ള ഉപായം കണ്ടെത്താനായില്ല. ആദിത്യന്റെ ഉപദേശം തേടിയാൽ ഇതിന് ഉത്തരം കണ്ടെത്താമെന്ന് ചിലർ പറഞ്ഞു. ഇതനുസരിച്ച് ഗോകർണൻ സ്വന്തം യോഗശക്തി കൊണ്ട് ആദിത്യനെ സ്തംഭിപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു: തുഭ്യം നമോ ജഗൽസാക്ഷിൻ ബ്രൂഹിമേ മുക്തിഹേതുകം. അല്ലയോ ജഗൽസാക്ഷിയായുള്ളവനെ, അങ്ങേക്ക് നമസ്കാരം. ഈ പ്രേതത്തിൻ്റെ മുക്തിക്കുള്ള മാർഗം ഉപദേശിച്ചാലും. ഇത് കേട്ട് ആദിത്യൻ ദൂരെ നിന്നുകൊണ്ട് സ്ഫുടമായ വിധത്തിൽ അരുൾ ചെയ്തു: ശ്രീമദ് ഭാഗവത സപ്താഹം ശ്രവിച്ചാൽ പ്രേതത്തിന് മുക്തി ലഭിക്കും. ഭാഗവത ധർമ്മത്തെ പ്രതിപാദിക്കുന്ന സൂര്യന്റെ ആ വാക്കിനെ എല്ലാവരും കേട്ടു. അവർ എത്ര തന്നെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഭാഗവത സപ്താഹം നടത്തണമെന്ന് ഗോകർണനോട് പറഞ്ഞു. ഗോകർണൻ സപ്താഹം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. സപ്താഹം ശ്രവിക്കുന്നതിന് ജനങ്ങൾ കൂട്ടം കൂട്ടമായി എത്തിത്തുടങ്ങി. ആ ദേശത്തിലും ഗ്രാമത്തിലുമുള്ള സർവരും, മുടന്തന്മാരും അന്ധന്മാരും വൃദ്ധന്മാരും മന്ദബുദ്ധികളും വരെ പാപക്ഷയത്തെ നൽകുന്ന ഭാഗവത സപ്താഹം ശ്രവിക്കുവാൻ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്ന ജനാവലിയെ കണ്ട് ദേവന്മാർ പോലും അത്ഭുതപ്പെട്ടുപോയി. ദുന്ദുകാരിയുടെ പ്രേതവും അവിടെ എത്തിച്ചേർന്നു. അത് തനിക്കിരിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് അവിടെ ആകെ അലയുവാൻ തുടങ്ങി. അവസാനം അത് 7 കൊമ്പുള്ള ഒരു മുള അവിടെ ഉയർന്നു നിൽക്കുന്നത് കണ്ടു. വായുരൂപത്തിലായതുകൊണ്ട് എവിടെയും ഇരുപ്പുറയ്ക്കാത്ത ആ പ്രേതം മുളയുടെ അടിയിലുള്ള ഒരു ദ്വാരത്തിലൂടെ അകത്ത് പ്രവേശിച്ച് സപ്താഹ ശ്രവണത്തിനായി ഇരുപ്പുറപ്പിച്ചു. ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.